നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തായാലും പൊളിച്ചു ചേച്ചി. കൺഗ്രാറ്റുലേഷൻസ്. എനിക്ക് ആ സന്തോഷം അങ്ങോട്ട് അടക്കാൻ പറ്റുന്നില്ല. അതെ, ഈ വിവരം വിഷ്ണുവായിട്ട് അറിഞ്ഞായിരുന്നോ? കാലത്തിന്റെ പരീക്ഷണ കൊടുങ്കാറ്റിൽ കരുതി വച്ചിരിക്കുന്നത് എന്തായിരിക്കും? മധുര നൊമ്പരങ്ങൾ ജൂൺ 17 തിങ്കൾ മുതൽ രാത്രി 8 മണിക്ക് ആരംഭിക്കും. അതെ, സിവിൽ സർവീസ് ടോപ്പ് റാങ്കിൽ പാസ്സായി ശാലിനി വിഷ്ണു അഭിമാന നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. ഇത് ആദ്യമായിട്ടാണ് ഒരു മലയാളി ഇത്രയും ഉയർന്ന റാങ്കോടെ സിവിൽ സർവീസിലേക്ക് പ്രവേശിക്കുന്നത്. ഇത് ശാലിനിയുടെ മാത്രം വിജയമല്ല, മുഴുവൻ മലയാളികളുടെയും വിജയമാണ്. പൊളിച്ചല്ലോ. കളക്ടർ അവള് അതെ ബ്രോ, അതെ കളക്ടർ കളക്ടർ. അയ്യോ അയ്യോ അയ്യോ, എനിക്ക് ഭാര്യ കളക്ടറായിരുന്നു. കേട്ടാ പോട്ടാ. സന്തോഷം കൊണ്ട് എനിക്ക് നമുക്കിത് അടിച്ചു പൊളിച്ചാലോ? പതുക്കെ പറ. അമ്മ എങ്ങനെ കേട്ടാ ഒന്ന് പോടോടുന്ന്. എടോ, അമ്മ ഇവിടുന്ന് കേൾക്കാനാ. അമ്മ കെട്ടിട മണ്ണിയുടെ കാര്യത്തിൽ കോൺട്രാക്ടർ കാണാൻ പോയിരിക്കില്ലേ? അങ്ങനെ ഫയൽ എടുക്കാൻ മറന്നുപോയി. സുരേഷ് ഇവിടെ തന്നെ ഇരുന്നാ മതി, ഞാനിപ്പോ വരാം. ശരി. എന്താണ് പ്രോബ്ലം? ഈ വാർത്ത ശാലിനി അറിഞ്ഞു അറിയോ? നിൽക്കേ അയ്യോ, അറിഞ്ഞെങ്കിൽ നീ അവളെ വിളിച്ചൊരു കൺഗ്രാജുലേഷൻ പറയണ്ടേ? അത് ശരിയാണല്ലോ അല്ലേ? അപ്പൊ ഒരു ഷോർട്ട് ബ്രേക്ക് അത് വേണ്ടതാ ബ്രോ. അയ്യോ, അഭിനേ സാരമില്ല, ആശംസ നേരിട്ട് പറയുന്നത് നല്ലതേ. അത് ശരിയാ ബ്രോ. ഞെട്ടിക്കണം, ഞെട്ടിച്ചളയാം. അവിടെ പോയി നിക്കല. പിന്നെ പോകുമ്പോഴേ വെറുതെ പോയി പോരാ. അവക്കെ മധുപലകാർ മിഠായിയൊക്കെ മേടിച്ചോണ്ട് പോണം. അത് ഞാൻ ഏറ്റച്ച. അമ്മ എന്താ? രാജ്യത്തെ അതിബുദ്ധിശാലികളുടെ ശക്തമായ മത്സരം നടക്കുന്ന പരീക്ഷയിലാണ് ഈ മലയാളി വിജയം. ഇങ്ങോട്ട് നീങ്ങിയിരുന്നേ. അഭിമാന നേട്ടം കൈവരിച്ച ഈ മലയാളി യുവതിക്ക് മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ അഭിനന്ദന പ്രവാഹം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നുമില്ല, ഒന്ന് വീഴാൻ പോയതാ. വീഴാൻ പോയെന്നോ? നീ എന്റെ കൊച്ചുകുട്ടിയാ? അതെന്താ പറയോ, ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക്. എന്താ അത്യാവശ്യം? എന്തുവാടാ രാഘവേട്ട, എന്താ ഇവിടെ നടക്കുന്നൊക്കെ? എഴുത്തു പരീക്ഷയിൽ ഉജ്ജ്വല വിജയം കൈവരിച്ച സ്വപ്ന ജേതാവിന്റെ ഞങ്ങൾ നേരത്തെ എടുത്ത ഇന്റർവ്യൂ. രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടു? എന്ത് രക്ഷപ്പെട്ടു? അതെന്താ വെച്ചാലേ, ഈ വീഴ്ചയില് വലിയ പരിക്കൊന്നും ഉണ്ടായില്ലല്ലോ, അങ്ങനെ രക്ഷപ്പെട്ടു ഉദ്ദേശിച്ചത്. അതെ അതെ അതെ.
രാഘവേട്ട എന്താ എല്ലാവരും കൂടി ഈ പൊട്ടങ്ങളി? കോൺട്രാക്ടറെ കാണാൻ പോയല്ലായിരുന്നോ സത്യമ്മ? ആ അതെ, ആ ഫയൽ എടുക്കാൻ മറന്നു, അതാ തിരിച്ചു വന്നത്. ഫയല് എന്നാ പിന്നെ ഫയൽ ഞാൻ എടുത്തോണ്ട് വരാം. എടുത്തിട്ട് വരും. വേണം, ഞാൻ എടുത്തോളാം. എന്താടാ? ഒന്നുമില്ല. ശ്ശോ, എന്തു കേ വെള്ളം എടുത്തോണ്ട് പോവാ. വെള്ളം എടുത്തോണ്ട് വരാൻ പറഞ്ഞു. വെള്ളം ഇത് ഓഫാവുന്നില്ല. എന്താ? ഒന്നുമില്ല, ചുമ്മാ വെള്ളം വെള്ളം അമ്മ വെള്ളം. അതിന് ഞാൻ വെള്ളം ചോദിച്ചില്ലല്ലോ. അല്ല, സത്യമ്മയ്ക്ക് ക്ഷീണം ഉണ്ടാന്ന് കരുതി ഞാൻ. ക്ഷീണമുണ്ട്. അല്ല അല്ല മാമ, ആരോഗ്യം ഒരു പ്രധാനമാ. അത് വിട്ടൊരു കളി വേണ്ട. അതെ 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 അമ്മയൊന്നും കുറിച്ചേ കുഴിച്ചു കൊടറത്. ടെൻഷൻകാരനെ പിടിക്ക്. എന്ത് കേടി കാണാം. വെള്ളം നിലത്തെല്ലാം കളഞ്ഞു. രക്ഷപ്പെട്ടു. കൊറേ നേരായില്ലേ, എന്താടാ ഇതിപ്പോ കൊറേ ആയല്ലോ നീ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത്. എന്താടാ? അത് ഒന്നുമില്ല. എടാ, നീ എന്തിനാ TV ഓഫാക്കിയേ? അത് പിന്നെ നീ അതങ്ങ് വെച്ചു കൊടുത്തേ. വാർത്തയെല്ലാം രാഘവേട്ടൻ കാണുന്നല്ലേ? അല്ല അത് കുഴപ്പമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.